ഗുഡ് മോർണിംഗ് എവരി വൺ. നമുക്ക് ജീവിതത്തിൽ വിജയിക്കുക എന്ന് വെച്ചാൽ എന്താണ്? ജീവിത വിജയം എന്ന് വെച്ചാൽ നമുക്ക് സമ്പത്ത് നേടുന്നതോ അതല്ലെങ്കിൽ നമ്മുടെ ആസ്തികൾ കൂട്ടുന്നതോ ആണോ? അല്ല. യഥാർത്ഥ വിജയം എന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവ രൂപീകരണം തന്നെയാണ്. ഒരു വ്യക്തിയെ ഒരു നല്ല വ്യക്തിയാക്കി അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാക്കുന്നത് നമ്മുടെ സ്വഭാവം തന്നെയാണ്. അപ്പോൾ ഈ ഒരു നല്ല പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ചെറിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു വ്യക്തിയെപ്പറ്റി നന്മകളൊന്നും തന്നെ പറയാനില്ലെങ്കിൽ വേണ്ട, പക്ഷേ ഒരാളെയും നമ്മൾ ഇൻസൾട്ട് ചെയ്യാതിരിക്കുക, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. തിരുത്താൻ പറ്റുന്നവരാണെങ്കിൽ നമുക്ക് തിരുത്തി കൊടുക്കുക. അതല്ലാതെ ഒരു വ്യക്തിയുടെ അസാന്നിധ്യത്തിൽ അയാളെപ്പറ്റി മോശമായ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത് ഒരു നല്ല സ്വഭാവത്തിന് ഉടമയായ വ്യക്തിക്ക് ഉതകുന്ന കാര്യമല്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമകളാകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ ഇവിടെ ടാക്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇൻകം ടാക്സിലെ നമ്മുടെ അടുത്ത ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ എടുക്കാനായി പോകുന്നത്. സാലറി എന്നുള്ള ഹെഡിൽ വരുന്ന പെർക്യൂസിറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. അലവൻസസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതായി വരുന്നത് പെർക്യൂസിറ്റ്സ് ആണ്. പെർക്യൂസിറ്റ്സ് മീൻസ് any benefits attached to an office or position in addition to salary or wages. Perquisite means ഒരു എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അഡീഷണൽ ബെനിഫിറ്റ്സിനെയാണ് പെർക്യൂസിറ്റ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പെർക്യൂസിറ്റ്സ് എന്ന് വെച്ചാൽ ഒരു എംപ്ലോയിക്ക് അലവൻസ് ക്യാഷ് ഫോമിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വെറസ് പെർക്യൂസിറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് അതർ ദാൻ മോണിറ്ററി ഫോം. ഒരു നോൺ മോണിറ്ററി ബെനിഫിറ്റ് ആണ് പെർക്യൂസിറ്റ്സ്. എംപ്ലോയിയുടെ സർവീസ് നല്ല രീതിയിൽ കമ്പനിക്ക് കിട്ടാൻ വേണ്ടി, അത് ഒരു വളരെ സിമ്പിളായിട്ടൊരു ലോജിക്ക് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വർക്കിംഗ് കണ്ടീഷൻ സ്മൂത്ത് അല്ലാത്ത ഒരു കമ്പനിയിലും ഒരു എംപ്ലോയിയും സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ അതേസമയം നല്ല എംപ്ലോയർ റിലേഷൻഷിപ്പുള്ള എല്ലാ ഓർഗനൈസേഷനിലും സ്മൂത്ത് റണ്ണിങ് പോസിബിൾ ആയിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്, എംപ്ലോയിയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് എംപ്ലോയിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുക. അങ്ങനെ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എംപ്ലോയിയുടെ മാക്സിമം സർവീസ് ആ ഓർഗനൈസേഷന് കിട്ടും. അതിനു വേണ്ടിയാണ് പെർക്യൂസിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്വാർട്ടേഴ്സ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു കമ്പനി, അങ്ങനെയാണെങ്കിൽ ആ ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ട് എംപ്ലോയിക്ക് ജോലിക്ക് വരാം. ഫാമിലിയോടൊപ്പം തന്നെ ക്വാർട്ടേഴ്സിൽ താമസിക്കാം. കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു കമ്പനി തന്നെ. അതല്ലെങ്കിൽ കാർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, 2 വീലർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. ഇതൊക്കെ വരുന്നതാണ് പെർക്യൂസിറ്റ്സ്. So perquisites means any benefits attached to a particular office or position in addition to salary or wages. So it is a personal advantage. ഒരു വ്യക്തിഗതമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് പെർക്യൂസിറ്റ്സ് എന്ന് വെച്ചാൽ. For the purpose of tax purpose, perquisites can be categorized into 3 categories. First can be categorized into 3. That is perquisites taxable in the hands of all assessees. This is the first one. And second one, taxable in the hands of specified assessees. Specified assessees or employees. Assessees or employees. Then third one, tax-free perquisites. Tax-free perquisites. These are the 3 categorization of perquisites. First one, taxable in the hands of all assessees. Then second one, taxable in the hands of specified assessees or employees. Then third category, tax-free perquisites. അലവൻസസിൻ്റെ സെയിം തന്നെയാണ് ഇതിൽ വരുന്നത്. ഫസ്റ്റ് കാറ്റഗറിയിൽ എല്ലാ എംപ്ലോയീസും, ഓൾ എംപ്ലോയീസും ടാക്സ് പേ ചെയ്യണം. ദെൻ സെക്കൻഡ് കാറ്റഗറിയിൽ സ്പെസിഫൈഡ് അസസീസ് മാത്രം ടാക്സ് പേ ചെയ്താൽ മതി. ദെൻ ലാസ്റ്റ് വൺ, ടാക്സ് ഫ്രീ. ഒരു അസസിയും ഈ കാറ്റഗറിയിൽ വരുന്ന പെർക്യൂസിറ്റ്സിന് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. ദീസ് ആർ ദി 3 കാറ്റഗറീസ് ഓഫ് പെർക്യൂസിറ്റ്സ്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. So first one, taxable in the case of all assessees.
all assessees. All assessees. Taxable in the case of all assessees includes 1. Value of rent-free accommodation provided by the employer. This is the first one. Then the second one is obligation of the employee met by the employer. These are the two categories of perquisites taxable in the hands of all assessee. That means the first one is value of rent-free accommodation provided by the employer to an employee. അതായത് ഒരു ക്വാർട്ടേഴ്സ് ഫെസിലിറ്റി കമ്പനി തന്നെ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫസ്റ്റ് കാറ്റഗറിയിൽ ഏതായി പറയുന്നത് വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ ടു ആൻ എംപ്ലോയി. Then second one, obligation of the employee met by the employer. എംപ്ലോയിയുടെ ഏതെങ്കിലും ഒബ്ലിഗേഷൻസ്, ഏതെങ്കിലും ആവശ്യങ്ങൾ എംപ്ലോയർ ആണ് മീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് സെക്കൻഡ് കാറ്റഗറിയിൽ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എംപ്ലോയിയുടെ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്നത് കമ്പനിയാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും സ്വീപ്പർ, വാച്ച്മാൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു, അതിൻ്റെ ഫീ അടയ്ക്കുന്നത് കമ്പനിയാണ്. ഈ കേസ് ലോൺ എടുത്തിട്ടുണ്ട്, ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുന്നത് കമ്പനിയാണ്. ഈ കേസ് വരുന്നതാണ് സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത്. ഫസ്റ്റ് വൺ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്വാർട്ടേഴ്സ് ഫെസിലിറ്റിയാണ്. ദെൻ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നത് എംപ്ലോയിയുടെ ഏതെങ്കിലും തരത്തിലുള്ള പേയ്മെൻറ്റുകൾ എംപ്ലോയർ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ദ ഒബ്ലിഗേഷൻ ഓഫ് ദി എംപ്ലോയി മെറ്റ് ബൈ ദി എംപ്ലോയർ. ദെൻ നമുക്ക് ഫസ്റ്റ് കാറ്റഗറി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് നമുക്ക് അതിന് ശേഷം നോക്കാം സെക്കൻഡ് വൺ. സോ ഫസ്റ്റ് വൺ, വാല്യൂ ഓഫ് റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പ്രൊവൈഡഡ് ബൈ ദി എംപ്ലോയർ. If an employer provide quarters facility or accommodation facility to an employee, it is known as value of rent free accommodation. അതിന് എംപ്ലോയി ചാർജ് ഒന്നും പേ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കമ്പനി കൊടുക്കുന്ന ഒരു പെർക്സ് ആണ്. സോ ഫോർ ദിസ് പർപ്പസ് എംപ്ലോയീസ് ആർ കാറ്റഗറൈസ്ഡ് ഇൻടു ടു. ഫോർ ദി computation of tax purpose of value of rent free accommodation, employees are divided into two. That is government employees, then non-government employees. Non-government employees, government employees and non-government employees. These are the two categories of employees for the purpose of valuation of rent-free accommodation. So we have to discuss in detail in first case. That is value of rent-free accommodation, which is written as RFA. Value of rent-free accommodation in the case of government employees. Government employees. ഇത് ഞാനൊരു പ്രൊഫോമ ബേസിൽ കാണിച്ചു തരാം, അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. This is the amount columns and this is the particulars column or details column. Then first one, അപ്പോൾ എംപ്ലോയിക്ക് ഒരു വീട് പ്രൊവൈഡ് ചെയ്യുന്നത് 2-3 കേസുകളിലാണ് വരിക. 2-3 കേസിൽ എന്ന് വെച്ചാൽ ഈ പെർക്യൂസിറ്റ്സിൻ്റെ ഏറ്റവും വലിയ പെക്യൂരിയാരിറ്റി എന്താണെന്ന് വെച്ചാൽ പെർക്യൂസിറ്റ്സിൻ്റെ പേയ്മെൻറ്റ് അല്ലെങ്കിൽ അതിന് വരുന്ന ഹോൾ എക്സ്പെൻസ് ഷുഡ് ബി മെറ്റ് ബൈ ദി എംപ്ലോയർ ഓൺലി, നോട്ട് ബൈ ദി എംപ്ലോയി. പെർക്യൂസിറ്റ്സ് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ പേയ്മെൻറ്റുകളും അല്ലെങ്കിൽ ആ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ബെയർ ചെയ്യേണ്ടത് എംപ്ലോയർ ആയിരിക്കണം. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഒന്നും അതിൽ വരരുത്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അതിൽ വന്നാൽ അത് പെർക്യൂസിറ്റ്സ് അല്ല. ഇൻ കേസ് അങ്ങനെ വരികയാണെങ്കിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ നമ്മൾ ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം.
അത് ഇതിലെങ്ങനെയാണ് വരിക എന്ന് കാണിച്ചു തരാം. അപ്പോൾ പെർക്യൂസിറ്റ്സിന് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് അലവൻസ് പോലെയല്ല. പെർക്യൂസിറ്റ്സിൻ്റെ കംപ്ലീറ്റ് പേയ്മെൻറ്റും ബെയർ ചെയ്യേണ്ടത് എംപ്ലോയർ ആയിരിക്കണം. ദാറ്റ് ഈസ് ദ കമ്പനി ആയിരിക്കണം, നോട്ട് ദി എംപ്ലോയി. സോ ഫസ്റ്റ് നമ്മൾ ഒരു RFA അല്ലെങ്കിൽ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ക്വാർട്ടേഴ്സ് ഫെസിലിറ്റി 2 തരത്തിലുണ്ടായിരിക്കാം. ഒന്ന് ഫുൾ ഫർണിഷ്ഡ് ആയിരിക്കാം ക്വാർട്ടേഴ്സ്, വേറൊരു കാറ്റഗറി വരുന്നത് വിത്തൗട്ട് ഫർണിച്ചർ ആയിരിക്കാം. അപ്പോൾ ഫർണിച്ചർ ഉള്ളതിനെ നമ്മൾ ഫർണിഷ്ഡ് അക്കോമഡേഷൻ എന്ന് പറയുന്നു, വിത്തൗട്ട് ഫർണിച്ചർ ഉള്ളതിനെ നമ്മൾ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ എന്ന് പറയുന്നു. വൺസ് അഗെയിൻ, വിത്തൗട്ട് ഫർണിച്ചർ ആണ് ക്വാർട്ടേഴ്സ് ഫെസിലിറ്റി എംപ്ലോയർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് unfurnished accommodation, that is accommodation without providing any type of furniture facility. Then second one, furnished accommodation means an accommodation provided by an employer along with furniture facility, that is furnished accommodation. അതാണ് ഫസ്റ്റ് കേസിൽ വരുന്നത്. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് പറയുന്നത്. വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ് ഫസ്റ്റ് പറയുന്നത്. സോ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ ഒരു ഗവൺമെൻറ് ഒരു റെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, പർട്ടിക്കുലർ റെൻറ്റ് ഫിക്സ് ചെയ്യും ഗവൺമെൻറ് റൂള് പ്രകാരം. അതിനാണ് റെൻറ്റ് ഫിക്സഡ് ബൈ ദി ഗവൺമെൻറ്, ഫിക്സഡ് ബൈ ദി ഗവൺമെൻറ് ആസ് പെർ റൂൾസ്, ആസ് പെർ റൂൾസ്. ആ എമൗണ്ട് ആണ്. ഇത് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് ഇങ്ങനെ എഴുതുന്നു. ദിസ് ഈസ് നോൺ ആസ് വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ, അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ. ഫർണിച്ചർ ഒന്നും ഇല്ലാതെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ റെൻറ്റ് ഫിക്സഡ് ബൈ ദി ഗവൺമെൻറ് മാത്രം നമ്മൾ ഇതിനെടുക്കുന്നു, ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ വാല്യൂ കണക്കാക്കാൻ എടുക്കുന്നു. ഇനി ഫർണിച്ചർ ഉണ്ടെങ്കിൽ ആഡ് 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ 10% നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ പറയുന്നത് വാല്യൂ ഓഫ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ, വാല്യൂ ഓഫ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ. ഫർണിച്ചർ ഉണ്ടെങ്കിൽ 10% കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ 10% ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വാല്യൂ ഓഫ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ. ദെൻ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഒന്നും ഇതിൽ വരരുത്, ഫുൾ കോൺട്രിബ്യൂഷൻ എംപ്ലോയറുടെ ആയിരിക്കണം. അപ്പോൾ ഇൻ കേസ് ദ എംപ്ലോയി ഷുഡ് കോൺട്രിബ്യൂട്ട് സം എമൗണ്ട് ടു ദിസ്, in that case it should be deducted. ആ എമൗണ്ട് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ അതാണ് ലെസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം എംപ്ലോയി, എമൗണ്ട് റിക്കവേർഡ് ഫ്രം എംപ്ലോയി. എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എമൗണ്ട് ഏതെങ്കിലും നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എമൗണ്ട്. ദിസ് ഈസ് നോൺ ആസ് വാല്യൂ ഓഫ് അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റെൻറ്റ്, at concessional rent. ഇതിനെ പറയുന്നതാണ് വാല്യൂ ഓഫ് അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റെന്റ്. ദാറ്റ് ഈസ് ദ തേർഡ് കാറ്റഗറി. സോ ഫസ്റ്റ് വൺ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ റെന്റ് ഫിക്സഡ് ബൈ ദി ഗവൺമെൻറ്. RFA കേസിലാണ് പറഞ്ഞത് റെന്റ് ഫിക്സഡ് ബൈ ദി ഗവൺമെൻറ് ആസ് പെർ ഗവൺമെൻറ് റൂൾ. അത് എഴുതി ആഡ്. ദെൻ അതിനെ നമ്മൾ പറയുന്നു വാല്യൂ ഓഫ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ. ദെൻ ഇൻ കേസ് ഫർണിച്ചർ ഓൾസോ പ്രൊവൈഡഡ് ആഡ് 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ. ഇറ്റ് ഈസ് നോൺ ആസ് വാല്യൂ ഓഫ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ. ദെൻ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്ത എമൗണ്ട് ഉണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതിനെയാണ് നമ്മൾ വാല്യൂ ഓഫ് അക്കോമഡേഷൻ കൺസെഷണൽ റെന്റ്. അപ്പോൾ അത് 3 കേസുകളാണ്. ആദ്യത്തെ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ, അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ. സെക്കൻഡ് വൺ ഫർണിഷ്ഡ് അക്കോമഡേഷൻ. ദെൻ തേർഡ് വൺ വാല്യൂ ഓഫ് അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റെന്റ്, വാല്യൂ ഓഫ് അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റെന്റ്. ഇതിൽ നമ്മൾ റെന്റ് ഫിക്സഡ് ബൈ ദി ഗവൺമെൻറ്. ഈ കേസിൽ 10% കോസ്റ്റ് ഓഫ് ഫർണിച്ചർ ആഡ് ചെയ്യുന്നു. ഇത് എംപ്ലോയിയുടെ കയ്യിൽ നിന്നുള്ള എമൗണ്ട് ലെസ് ചെയ്യുന്നു. ഇവിടെ ആഡ്, ഇവിടെ ലെസ്. ഈ കേസിൽ വരുന്നതിനെയാണ് വാല്യൂ ഓഫ് അക്കോമഡേഷൻ അറ്റ് കൺസെഷണൽ റെന്റ്. ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ റെന്റ് ഫ്രീ അക്കോമഡേഷൻ്റെ വാല്യൂ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇതാണ് ഫസ്റ്റ് കേസിൽ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ കേസിലാണ് നമ്മൾ ഫസ്റ്റ് എംപ്ലോയീസിൻ്റെ വാല്യൂ ഓഫ് അക്കോമഡേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാനായി എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ പെർക്യൂസിറ്റ്സ് ആണ് പറഞ്ഞത്. പെർക്യൂസിറ്റ്സ് മീൻസ് എനി ബെനിഫിറ്റ് പ്രൊവൈഡഡ് ബൈ ആൻ എംപ്ലോയർ ടു എൻ എംപ്ലോയി ഇൻ അഡീഷൻ ടു സാലറി ഓർ വേജസ്. ഒരു നോൺ മോണിറ്ററി ബെനിഫിറ്റ് ആണ്. ഇറ്റ് ഈസ് എ പേഴ്സണൽ അഡ്വാൻറ്റേജ് ടു എംപ്ലോയി.
perquisites can be categorized into three categories for taxation purpose. That is, first one, perquisite is taxable in the hands of all assessee, then taxable in the hands of specified assessee, third one, tax-free perquisites. അതിൽ ഫസ്റ്റ് taxable in the hands of all assessee വരുന്നത് first one, value of rent-free accommodation, then second one, obligation of the employee met by the employer. ഇതാണ് 3 കേസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ ബാക്കി, അതായത് നോൺ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ കേസിൽ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാം നല്ല രീതിയിൽ ഇതിനെല്ലാം കവർ ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.